പ്രവീൺ പ്രണവ് ഇഷ്യൂല് ആ ഫാമിലിയുടെ ഇഷ്യൂല് ഇപ്പം ദ ഫൈനൽ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസും സംഗതികളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു സീ, ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ തന്നെ കത്തിത്തുടങ്ങിയ ഒരു ഇഷ്യൂ അതൊരു കാട്ടുതീയായി ലാസ്റ്റ് ഇപ്പോൾ അതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എല്ലാം ഒരു എന്താ പറയുക വളരെ സോഫ്റ്റായി ഓക്കെ ആയി നിൽക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നത് കാണുമ്പോൾ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അവരിട്ട അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബിലും പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരിട്ട ഒരു സ്റ്റോറി, പിന്നെ ഞാൻ ഇന്നലെ പ്രവീണിനെയും പ്രണവിനെയും വിളിച്ച് കണ്ടിന്യൂസ്ലി കുറേ കാര്യങ്ങൾ ചോദിച്ചു, കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് ഓക്കെ ആക്കി രണ്ടുപേരെയും എന്താ പറയുക ഒരു ഫൈനൽ ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ എൻ്റെ ഭാഗത്തുനിന്നും അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും നടത്തുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും അവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു കൂടുതൽ എസ്കലേഷൻസ് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്കും ഒരു മാനസികമായിട്ടുള്ള ഒരു ഹെൽത്തിന് നല്ലതാണ്. ബിക്കോസ് അവിടെ ഒരു അമ്മ, കുട്ടി, ഇപ്പുറത്തെ ഒരു അച്ഛൻ, അമ്മ, അനിയൻ, ഏട്ടൻ, എപ്പോഴും ബന്ധങ്ങൾ നിലനിന്ന് പോകണം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിലേക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രീമിൽ പോയി കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്നത് ആ ഫാമിലിക്ക് മാത്രമായിരിക്കും. ആൻഡ് അത് അവർ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി എന്നുള്ളത് ഇറ്റ്സ് റിയലി ഗുഡ്. അവരിട്ട പോസ്റ്റ്, ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി. ഓബ്വിയസ്ലി സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് കാര്യമാണ് കിട്ടാനാണ്? സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടൻറ്റ് നിങ്ങൾ പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയുടെ ഒരു സൈഡ്. പിന്നെ കരുണ, കാരുണ്യം ഇതൊക്കെ പെർമനൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും? ഒരിക്കലും ഇല്ല. അതൊക്കെ ഒരു ടൈമിൽ കുറച്ച് പേർക്ക് കുറച്ച് പേരോട് തോന്നുന്ന ഒരു ഇമോഷനാണ്, അയ്യോ പാവം. കുറച്ച് കഴിഞ്ഞാൽ ഇവൻ ഏതടാ ഈ സാധനമായിരിക്കും. അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നത്. ഞാൻ അൺമാസ്കിങ്ങിന് ഒരു വീഡിയോ ഇട്ടത് എൻ്റെ വൈഫിനെ എതിരെ സൈബർ ബുള്ളിങ് നടന്നത് കൊണ്ടാണ്. ഓക്കെ, അവരുടെ എതിരെ ഒരുപാട് രീതിയിലുള്ള വളച്ചൊടിക്കലുകൾ നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നത് അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, ആ വീട്ടുകാരുടെ അതിലുള്ള അച്ഛൻ്റെ, അനിയൻ്റെ, ഏട്ടൻ്റെ എല്ലാവരുടെയും ഒരു ഹിസ്റ്ററി തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു തരം സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് അവർക്ക് ഭയങ്കരമായിട്ട് മാറുപടിയത് ഫാമിലിയിലും. അല്ലെങ്കിൽ ഓബ്വിയസ്ലി അവരവരുടെ പ്രശ്നങ്ങൾ പുറത്ത് പറയുമ്പോൾ ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സിൽ നിന്ന് അവർക്കൊരു തരം എന്താ പറയുക, ഇവരിങ്ങനെ ആയിരുന്നു എന്നുള്ള സാധനം അവർക്ക് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഓരോ ഹിസ്റ്ററി, പാസ്റ്റ് സാധനങ്ങളൊക്കെ വരുമ്പോൾ അതിന് എന്താ പറയുക ഫ്യൂവൽ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. എന്താണെങ്കിലും വൈഫിനെതിരെ വന്ന സൈബർ ബുള്ളിങ്ങിനാണ് ഇവിടെ പ്രവീൺ റിയാക്ട് ചെയ്തത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. ഇറ്റ്സ് ഗുഡ്, അത് പ്രൈവറ്റ് ആക്കി, രണ്ടുപേരും ആക്കിയിട്ടാണ്, പ്രവീണും ആക്കി പ്രണവും. അവരിട്ട വീഡിയോ, എക്സ്പ്ലനേഷൻ വീഡിയോ, എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ പ്രൈവറ്റ് ആക്കിയത് നന്നായി. കാരണം നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പോകും, വേറെ ആർക്ക് പോകാനോ? ഇതിൽ സംസാരിക്കുന്ന എനിക്കോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ നമുക്കാർക്കും നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അവരത് നന്നായിട്ട് ഇപ്പോഴെങ്കിലും അത് ചെയ്തത് ഇറ്റ്സ് ഗുഡ് എന്നേ പറയാനുള്ളൂ. ആൻഡ് ഞാൻ ഇന്നലെ ഇവരിത്രയും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ കുറേ പേര് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. അതായത് ഒരു വല്ലാത്ത തരം തുറന്നു പറച്ചിലുകളൊക്കെ ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ചില എന്താ പറയുക വളരെ കാണുമ്പോൾ തന്നെ ഇത് എന്ത് തരം കോണ്ടൻറ്റ് മേക്കിംഗ് ആണ് എന്നുള്ള രീതിയിലുള്ള കോണ്ടൻറ്റ് മേക്കിങ്ങും ഇവിടെ നടന്നതായിട്ട് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടു കാണും, കാണാതിരിക്കുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ എല്ലാവരും കാണുന്നതാണ്. നമ്മളൊക്കെ ഒരുപോലെ എല്ലാ വീഡിയോസും ഇരുന്ന് കണ്ട് നമ്മുടെ ഒപ്പീനിയൻ, ഞാനിപ്പോൾ വീഡിയോയിൽ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നു, അത്രയും മാറ്റം എനിക്കും പേഴ്സണലി തോന്നിയുള്ളൂ എൻ്റെ വ്യൂവർഷിപ്പും ഞാനും തമ്മിലുള്ളത്. എന്താണെങ്കിലും ടീൻസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞുള്ള ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇനിയെങ്കിലും ഇവരെക്കുറിച്ച് സത്യങ്ങൾ പറയാതെ വയ്യ, സത്യം എന്നായാലും പുറത്ത് വരും എന്ന് പറഞ്ഞിട്ട് 2 ലേഡീസ് വന്നിരുന്ന് പ്രണവിൻ്റെ കാര്യമാണ് പറയുന്നത്, അനിയൻ്റെ കാര്യം പറയുന്നത്. അവൻ ഭയങ്കര ലേസിയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ അവിടെ വളകാപ്പിനോ എന്തോ പോയ സമയത്ത് അവിടെ ചെന്നു. ഈ
മൃദുല എന്ന് പറഞ്ഞ ലേഡീനെ അവർ മേക്ക് ഓവറിന് വേണ്ടി അവർ റെഡിയാക്കി അവരതൊക്കെ ചെയ്തു. അപ്പോൾ ആ വീട്ടിൽ നിന്നുണ്ടായ എസ്പെഷ്യലി അനിയൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അവർക്കുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ എഗെയിൻ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിലൂടെയാണ് ഇവരുടെ ഈ തുറന്നു പറച്ചിലുകൾ അവർക്ക് വഴി വെച്ച് കൊണ്ടുപോയി ഏത് മാനസികാവസ്ഥയിൽ ആ ഫാമിലിയെ കൊണ്ട് നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. എന്താണെങ്കിലും അവരങ്ങനെ വന്ന് അവരുടെ കാര്യം പറഞ്ഞു. അതിന് ശേഷം ഞാൻ കണ്ടത് മഴവിൽ കേരളത്തിൻ്റെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് അവരിട്ടൊരു സംഗതിയാണ്. ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടി. ഓക്കെ, മഴവിൽ കേരളം ചില കോണ്ടൻറ്റുകളൊക്കെ കാണുമ്പോൾ പക്ഷേ എന്തിനിടെ ഇവർ ചെയ്യണേ എന്നുള്ളൊരു സംഗതി. എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലാന്ന് പറയാം ഞാനും നിങ്ങളും എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് കോണ്ടൻറ്റുകൾ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും 1%, 2% പോട്ടെ, ഒരു 5% നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് ഇമ്പാക്റ്റ് ആവുമോ, ഹാംഫുള്ളായിട്ട് ഇമ്പാക്റ്റ് ആവുമോ എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒരു മാനിപ്പുലേറ്റീവായിട്ടൊരു സാധനം ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്യണോ എന്നുള്ളതൊന്ന് ആലോചിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ കോൾ. ഇപ്പോൾ നമ്മൾ ചെയ്തു പോയ കാര്യം കൊണ്ട് വേറൊരാൾക്കത് ഭയങ്കര മോശമായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക വേണം. അതാണ് ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന കാര്യം. അതിൻ്റെയാണ് ഇപ്പോൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആർക്കും തമ്മിലില്ല. സോഷ്യൽ മീഡിയയിൽ ഇനി വലിയൊരു സീൻ ഉണ്ടാക്കാനും അവർക്ക് താല്പര്യമില്ല. കയ്യിൽ നിന്ന് പോയത് പോയി, ഇട്ട വീഡിയോ എന്താണെങ്കിലും കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ എന്താണെങ്കിലും കൂടുതലായിട്ടുള്ള ഫർദർ ഡീറ്റെയിലിങ്ങോ എക്സ്പ്ലനേഷൻസോ കാര്യങ്ങൾക്കോ അവർക്ക് താല്പര്യമില്ല. മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കൂടി ഒരു ഫ്രെയിമിൽ വരാൻ പറ്റട്ടെ എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നു. അതിനുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യും. സോ ആ ടൈമിലാണ് നമ്മളാരും എന്താ പറയുക, പ്രവീണിൻ്റെ സംസാരം കേട്ടു, പ്രണവിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാത്ത സമയത്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇടപെടൽ മഴവിൽ കേരളത്തിൽ നിന്ന് ഒരു ലേഡി അവരെ വിളിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലേഡി ആ ടൈമിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഈ മഴവിൽ കേരളത്തിൻ്റെ വീഡിയോന്ന് പ്രണവിൻ്റെ പോർഷൻ അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് അത് കേസായിട്ടുണ്ട്. ഓക്കെ, പ്രണവ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കേസ് കൊടുത്തതിനെ തുടർന്നിട്ടാണ് പ്രണവിൻ്റെ പോർഷൻ, പ്രണവിന് അവർ ഫോൺ കോൾ ചെയ്ത പോർഷൻ അവർ വെട്ടി മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ലേഡി, ഈ ആശ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരാ വീഡിയോ ആണ് ഇന്നലെ മഴവിൽ കേരളത്തിൽ, അതായത് അവർ പ്രവീണിനെ വിളിക്കുന്നു, പ്രണവിനെ വിളിക്കുന്നു, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, ഒക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് അവർ ഇടുന്നത്. പക്ഷേ പ്രവീണിനോ പ്രണവിനോ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഹ്യൂമൻ റൈറ്റ്സ് കേട്ടപ്പോൾ അവർ വിചാരിച്ചു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു NGO ആണ്. ഓക്കെ, ഇവർ ശരിക്കും ഞാൻ പറയുമ്പോൾ ഒരിക്കലും ഈ ലേഡി എസ്പെഷ്യലി ഇവർ എന്താ പറയുക, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു NGO ഫോറം ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമയത്ത് ഒരു കോണ്ടൻറ്റിന് വേണ്ടിയിട്ട് അവരത് അറ്റ്ലീസ്റ്റ് ആ 2 പേരോടും ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതൊരു ചാനലിൽ വരാനുള്ളതാണ് എന്ന് പറയുന്നത് ഒരു മാന്യതയായിരുന്നു. ഓക്കെ, അതൊരു മാന്യതയാണ്. അത് ഈ ലേഡി തന്നെ ചെയ്യേണ്ടതാണ്. ചാനലുകാർ വരുമ്പോഴത്തേക്ക് ഫോൺ വിളിച്ച് അവർക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടെന്ന് പറയുന്നില്ല. കാരണം ഒരു ഫോറം ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഉണ്ട്. അവർക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ എസ്കലേറ്റ് ചെയ്ത് മോളിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അവർക്ക് കാര്യങ്ങൾ കുറിച്ച് എൻക്വയർ ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവർക്കും ചെയ്യാം. എല്ലാം ഓക്കെയാണ്, എല്ലാം ഫൈനാണ്, ആക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഇവിടെ എന്താ വിഷയം ഉണ്ടായത്? പ്രണവിൻ്റെ സൈഡ് ആരും കേൾക്കാത്ത ഒരു സമയത്താണ് ഇവർ പ്രണവിനെ പേഴ്സണലി കോൾ വിളിക്കുന്നതും പ്രണവ് പറഞ്ഞ കാര്യങ്ങൾ പ്രണവ് പോലും അറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് ഇവർ മഴവിൽ കേരളത്തിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മഴവിൽ കേരളത്തിന് ഡെഫിനറ്റ്ലി ഒരു കോണ്ടൻറ്റാണ്. കാരണം എക്സ്ക്ലൂസീവ് കോണ്ടൻറ്റാണ്, മില്യൺ വ്യൂസ് പോകുന്ന ഒരു കോണ്ടൻറ്റാണ്. അവർ ആ കോണ്ടൻറ്റ് പിടിക്കാനേ നോക്കും, അവരത് ചെയ്യും. ഓക്കെ, അതിലൊന്നും ഒരു ചാനലിനോട് എനിക്ക് അങ്ങനെ ഒരു തെറ്റോ കുറ്റോ തോന്നുന്നില്ല. കാരണം അത് അവർ ചെയ്യാൻ റെഡിയാണെന്ന് അവർ തോന്നുന്നു, അവർ ചെയ്യുന്നു, അതുകൊണ്ടുള്ള കോൺസിക്വൻസസ് അവർ ഫേസ് ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ ലേഡി ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആളുകളെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു NGO ഓർഗനൈസേഷൻ അല്ലല്ലോ. ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു NGO ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളുകളുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അത് കീപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ. അത് ആ ലേഡി കാണിച്ചില്ല എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ബിക്കോസ് ഒരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവരുടെ NGOൻ്റെ ഈ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ കൃത്യമായി പറയേണ്ടിയിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, പ്രണവ് കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ വയ്ക്കാം. അതുകൊണ്ട് പ്രണവിൻ്റെ പോർഷൻ മഴവിൽ കേരളത്തിൽ നിന്ന് വെട്ടിമാറ്റി. ആൻഡ് ഇനി പ്രവീണിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പ്രവീണിന് കോൾ വന്നപ്പോൾ പ്രവീണിനപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഹ്യൂമൻ റൈറ്റ്സ് അങ്ങനെ നേരിട്ടുള്ളൊരു ഇടപെടൽ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അങ്ങനെ അതല്ല അതിൻ്റെ ഒരു റൈറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ പ്രവീൺ സംസാരിച്ച രീതി ആ വീഡിയോയിൽ കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. പ്രവീണിന് പക്ഷേ മഴവിൽ കേരളത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രവീൺ എനിക്ക് അയച്ചു തന്നൊരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം.
ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലൗഡ് ചെയ്യാത്തതുകൊണ്ടും നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട്. അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെയും വൈഫിൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തംബ്നെയിലൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംബ്നെയിലും ഒരു കോണ്ടന്റും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു. മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പം അവർ 2-3 പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നോ ഒന്നും എനിക്ക് പേഴ്സണലി ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി കേസ് കൊടുക്കുകയായിരുന്നു. നമ്മൾ കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വക്കീലോ ആരോ കണ്ടാണ് വന്നതെന്ന് അറിയാനായിട്ട് സാധിച്ചത്. അതും ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം ഒരു റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തംബ്നെയിൻ റിമൂവ് ചെയ്ത് തംബ്നെയിൻ മാറ്റി തന്നത് അപ്പോഴാണ്. അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല, അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ഈ ഒരു വീഡിയോ അവരൊരു ഇൻ്റർവ്യൂ ആണെന്നോ ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് ആ ഒരു വീഡിയോ അവർ ഇട്ടിരിക്കുന്നത്. ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല. ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കര തന്നെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരെയായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച ആ ഒരു മാഡം, എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മാഡം, അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അവർ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആക്കുമായിരുന്നു. പിന്നെ അവരെയും വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ, അതാണ് ഇപ്പം ചെയ്തുകൊണ്ട്. അതാണ് പ്രവീണിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നത്. അത് പ്രവീണിന് ഓൾറെഡി ഈ ചാനലുമായിട്ട് കുറച്ച് ക്ലാഷും കാര്യങ്ങളും ഉണ്ട്, കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എഗെയിൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേസിക് സാധനമുണ്ട്. ഇപ്പോൾ ഒരു ചാനലിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ ഈ ഇഷ്യൂവിൽ നമുക്ക് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആൾക്ക് നമുക്കത് സോർട്ട് ചെയ്യാനാണ്, കാര്യങ്ങൾ ഫിനിഷിലേക്ക് കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അല്ലേ? ലൈക്ക് ഇപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ് ഇനിയും വരും, ഒരുപാട് വരും. സോ എനിക്ക് പേഴ്സണലി നമ്മുടെ അസോസിയേഷൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളെ സെറ്റിൽ ആക്കി ഒരു ടേബിളിന് ചുറ്റും കൊണ്ടുവന്ന് എല്ലാം പറഞ്ഞ ഫാമിലിയെ യുണൈറ്റ് ചെയ്യിച്ച് ഒരു ഫ്രെയിമിൽ കൊണ്ടുവരിക, അതിനുള്ള എഫേർട്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവർ ഈ പറഞ്ഞതും പിടിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചും പിടിച്ചിട്ടും ചെയ്യാം, അങ്ങനെയല്ലല്ലോ അതിൻ്റെ രീതി. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച്, കാരണം ഇത് ഒരു പരിധി വരെ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ് ഇതിൽ എനിക്ക് ഫൈനായിരുന്നു. കാരണം ഓക്കെയാണ്, കാരണം അവരെന്നെ പബ്ലിക്കായിട്ട് ഇട്ടൊരു കാര്യത്തിൽ പബ്ലിക്കായിട്ട് ആർക്ക് വേണേൽ അതിനൊരു ഒപ്പീനിയൻ പറയാം, അതിനകത്ത് കമൻറ്റ് ചെയ്യാം, ദാറ്റ്സ് ഫൈൻ, ബിക്കോസ് അവർ തന്നെ ഇട്ടതാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ എക്സ്ട്രീം പാസ്റ്റും അതും ഇതൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര ഇൻട്രൂഡിങ് നടന്നു. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വളരെയധികം പൊട്ട കാര്യങ്ങൾ അവരുടെ ഫാമിലിയിലുള്ള ഓരോരുത്തരെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർക്കൊരു പേഴ്സണൽ ലോസ് വരുമോ എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അവിടെ പിന്നെ ഇത് കണ്ടൻറ്റാണ്, അരിയാണ്, അല്ലെങ്കിൽ ഇതൊരു അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അവരും പേഴ്സണലി സംസാരിച്ച് വരുമ്പോൾ അവരും ഒരു ഓക്കെ മൈൻഡ് സെറ്റിലേക്ക്, എന്തൊക്കെ പറഞ്ഞാലും എല്ലാം സ്വന്തം ജോലി ആളുകളും തന്നെയാണ്. അവർക്കും എന്നും അടി പിടിച്ച് നിൽക്കണമെന്നൊന്നും താല്പര്യമില്ല. ഒറ്റ കെട്ടി അവർ അച്ഛൻ പറഞ്ഞവരെ കെട്ടിപ്പിടിച്ച് തീരുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങനെ തീർക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചാനൽ വൈസ് നമ്മൾ എന്താ പറയുക, ഒരു ആളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അതൊരു മാനിപ്പുലേഷൻ വരാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ കോൾ. ഓക്കെ, നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവരാണ് മഴവിൽ കേരളം. അവരുടെ ഇപ്പോൾ ഈ മാൽപെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നല്ല അടിപൊളി വീഡിയോസ് ആയിരുന്നു. ചില വീഡിയോസിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെയാണല്ലോ, അപ്പോൾ എൻ്റെ വീഡിയോസിനോട് പലർക്കും താല്പര്യം കാണും, ചിലർക്ക് താല്പര്യം കാണില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിക്കും, പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാണ്, മഴവിൽ കേരളത്തിന് നേരിട്ട് വരെ വിളിക്കാൻ പറ്റില്ല, അവർ ഓൾറെഡി പ്രശ്നമുണ്ട്. സോ അവരെവിടെയോ ഒരു മാനിപ്പുലേഷൻ നടത്തിയ പോലെയാണ് എനിക്കും പേഴ്സണലി ഫീൽ ആവുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി റോങ്. ഓക്കെ, ആൻഡ് ആ ലേഡി, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആ ലേഡി മാഡം, നിങ്ങൾ
ചെയ്യുന്ന ജോലി അടിപൊളിയാണ്, നിങ്ങൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഒരുപാട് പേർക്ക് വേണ്ടി നിൽക്കുന്നുണ്ടാവും. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളും ഒന്ന് ചിന്തിക്കണം. ബിക്കോസ് എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനാണ്, അത് ഒരാളെ വീണ്ടും ഇട്ട് കൊടുക്കാനല്ല. സോ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങളും ഒന്നും കൂടി കെയർഫുൾ ആവേണ്ടിയിരുന്നു ഇങ്ങനത്തെ കാര്യത്തിൽ. ചില കാര്യത്തിൽ കെയർഫുൾ ആവുക എന്നുള്ളത് തന്നെയാണ് ബെറ്റർ, കാരണം നിങ്ങളൊരു പൊസിഷനിൽ ഇരിക്കുന്നതാണ്. സോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഓഡിറ്റിങ് കയറി വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായപ്പോഴാണ് ഇവർക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായത്. ഒരിക്കലും ഇവർക്ക് പറയാൻ പറ്റില്ല ആരോടും എന്ത്, ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവരുടെ വീഡിയോ വെക്കാതെ തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാമല്ലോ ആളുകൾക്ക്. ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പ് ഉള്ളതാണ്, അവർ തന്നെ വന്നിട്ട് സ്വയം എക്സ്പോസ് ചെയ്തതാണ്, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പിന്നെ അൺമാസ്ക് ചെയ്തതാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും അവർക്ക് ആളുകളോട് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഒരു എക്സ്ട്രീമിൽ നിൽക്കുമ്പോൾ പോയിട്ട് അവരെ ഇങ്ങനത്തെ മാനിപ്പുലേഷൻ ചെയ്യുന്നതിനോട് പേഴ്സണലി എനിക്കും താല്പര്യമില്ല. എന്താണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട് ഏകദേശം. ഇനിയും അതൊന്നുകൂടി സെറ്റിലായിട്ട്, ഞാൻ പറഞ്ഞു അവരൊരു ഫ്രെയിമിൽ എല്ലാവരും കൂടി വരട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ, അതുതന്നെയാണ് വേണ്ടത്. ഓക്കെ, കാണുന്ന വ്യൂവേഴ്സിനോടാണ് പറയാനുള്ളത്, ചില കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതോ ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും, അത് മാത്രം. അതെന്നെ എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, അതെങ്ങനെ എന്ത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വീഡിയോസ് കാണാൻ നിങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ, സോഷ്യൽ മീഡിയ ആണ്, എന്ത് കാണണം കാണണ്ട എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. കാണുന്ന കാര്യങ്ങൾ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. സോ എൻഡ് ഓഫ് ദ ഡേ ലൈഫിലേക്കൊന്നും കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് ബേസിക് ഒരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളും അത് വേണമടേ. അല്ലാതെ എന്താ പറയുക, ചില കാര്യങ്ങൾ കണ്ടിട്ട് അവരുടെ ജീവിതം അങ്ങനെ, എൻ്റെ ജീവിതം അങ്ങനെ അല്ലല്ലോ സങ്കടപ്പെടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതിന്ന് അഡാപ്റ്റ് ചെയ്ത് സ്വന്തം ലൈഫിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നവരുണ്ടാവും. അവരോടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേതായ രീതിയിൽ പോട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു സീരിയൽ സിനിമ കാണുന്നത് പോലെ കാണേണ്ട കോണ്ടൻറ്റുകൾ മാത്രമായിട്ടാണ് നിങ്ങൾ കാണേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ആ ടൈമിൽ നിങ്ങൾക്ക് അതറിയണം, അല്ലെങ്കിൽ അത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത്ര അത് മതി. അല്ലാതെ അതിൽ ഭയങ്കര അഡിക്റ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിന് ദേഷ്യം വരും. അതാണ് സീന്. വ്യൂവർഷിപ്പിന് ദേഷ്യം വന്നതൊക്കെയാണ് നമുക്കിവിടെ പ്രവീൺ പ്രണവ് ഇഷ്യൂല് നമുക്ക്, കാരണം ഇത്ര കാലം ഞങ്ങളിങ്ങനെ ചെയ്യായിരുന്നല്ലേ എന്നുള്ള സാധനമൊക്കെ വരുമ്പോഴാണ് ഈ കംപ്ലീറ്റ് ഹെയ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, എന്താണെങ്കിലും കാര്യങ്ങൾ നന്നായി തീരട്ടെ. ഓക്കെ, എല്ലാവരും വീഡിയോയിലൊക്കെ പറയുമ്പോൾ എൻഡ് ആവട്ടെ, ഇതൊരു ഫൈനൽ വീഡിയോ ആവട്ടെ അവരെ കുറിച്ചിട്ട്.